ജില്ലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിരന്തരം ഓരോ ദിവസവും ഓരോ ജീവനുകൾ പൊലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്, ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും മരണങ്ങൾ തന്നിട്ട് ഈ വയനാട്ടിൽ ഇന്നേ വരെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങൾക്ക് അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇനി ഞങ്ങൾ എങ്ങനെയാ ഈ നാടും കാടും വേർതിരിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ ഇത് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്, ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുക. ഇവർ വിചാരിച്ച് ഞങ്ങൾ 4-5 UDF ഉള്ളതില് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് ഞങ്ങൾ UDF ഒന്നടക്കം വയനാട് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അറസ്റ്റ് ചെയ്യാൻ പറ്റും? ജനങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോലീസ് കടക്കുകയാണ്. കാര്യമായി തന്നെയുള്ള ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ വയനാട് ഹർത്താൽ തുടങ്ങിയ ആദ്യം ഗതാഗതങ്ങൾ തടയുന്ന സ്ഥലം കൂടി ലക്കിടിയാണെന്ന് പറയാം. ലക്കിടിയിലാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ചിരുന്ന ഹർത്താൽ അനുകൂലികളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നേരിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നേരത്തെ ഒരു വിഭാഗം അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇവിടെ അതായത് ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഹർത്താൽ അനുകൂലികളെയൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. ഇതിപ്പോ നമ്മൾ ചുരം തുടങ്ങുന്ന ഭാഗത്താണ്. വയനാടിന്റെ മറ്റു ഭാഗത്തൊക്കെ ഈ തരത്തിലൊരു പ്രതിഷേധമുണ്ടോ, അതോ സമാധാനമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണോ? ശ്രീജ, മറ്റിടങ്ങളിൽ ഇത്ര പ്രതിഷേധം ആയിട്ടില്ല. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഹർത്താൽ അനുകൂല പ്രകടനവുമായി രംഗത്തെത്തിയത്. സാധാരണഗതിയിൽ ഈ പതിവാണ്. ഈ വയനാട് ജില്ലയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഈ ചുരം ഭാഗത്ത് അവസാനിക്കുന്നിടത്ത് വയനാടിന്റെ ഒരു പ്രവേശന കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്ത്. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള അധികം സമയം നൽകാതെ തന്നെ പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പ്രതിഷേധക്കാരെ നീക്കിയിരിക്കുന്നു. വാഹന ഗതാഗതം സുഗമമാക്കിയിരിക്കുന്നു. ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഏതാണ്ട് 20ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ആദ്യം എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീടാണ് കുറച്ച് പ്രവർത്തകർ കൂടി സ്ഥലത്തേക്ക് എത്തുകയും അവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇതോടുകൂടി വാഹന ഗതാഗതം ഏതാണ്ട് സുഗമമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രവേശന കവാടമുള്ള ലക്കിടി, ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആ ഭാഗത്താണ് പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്നത്. ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ജില്ലയിലെ മറ്റിടങ്ങളിലൊന്നും രാവിലെ വാഹനങ്ങൾ തടയുകയോ അല്ലെങ്കിൽ ഇതുപോലെ പോലീസുമായി കയ്യേറ്റമുണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അല്പസമയത്തിനകം പ്രതിഷേധ പ്രകടനം ഈ ഹർത്താൽ അനുകൂലികൾ നടത്തും. ഒരുപക്ഷെ ആ സമയത്ത് കൂടുതൽ പ്രതിഷേധം പോലീസിനെതിരെയും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് വയനാടൻ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ്, ഈ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ഭാഗത്തൊക്കെയുള്ള ഒരു അവസ്ഥ എന്താണ്? അവിടെ ഇന്നലെയൊക്കെ നമ്മൾ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഈ ഒരു UDF ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ ആ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ടോ? മേപ്പാടി മേഖലയിലായിരുന്നു ഇന്നലെ പ്രതിഷേധം നടന്നത്. പ്രത്യേകിച്ചും ഈ സർക്കാർ ഉറപ്പുകൾ നൽകണം, അല്ലെങ്കിൽ ADM അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു ഇന്നലെ മേപ്പാടിയിൽ ഈ അട്ടമല ഭാഗത്ത് പ്രതിഷേധം നടത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ പിന്നീട് ADM സ്ഥലത്തെത്തുകയും ഈ പ്രതിഷേധക്കാർക്ക് ചില ഉറപ്പുകളൊക്കെ നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പിന്നീട് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഘട്ടത്തിലെ സമരമൊക്കെ തീർന്നു. അതിനുശേഷമാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ച് ഇന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മേപ്പാടി ഭാഗത്ത് ഇന്ന് കാര്യമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ ഒരു 10 മണിയോടുകൂടിയൊക്കെ തന്നെ ആ മേഖലയിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാടിൻ്റെ എല്ലാ മേഖലകളിലും ബത്തേരിയിലും മാനന്തവാടിയിലും മേപ്പാടിയിലും കൽപ്പറ്റയിലും ഒക്കെ പ്രതിഷേധ പരിപാടികളുണ്ടാവും. പക്ഷേ ഒരു ജില്ലാ ആസ്ഥാനം എന്ന രീതിയിൽ കൽപ്പറ്റയിലാവും കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്കുള്ള സാധ്യതയുള്ളത്. കൽപ്പറ്റയിലേക്കാണ് പ്രവർത്തകർ കൂടുതലായി തമ്പടിച്ചു വരിക. എന്തായാലും ഈ
ചുരം അവസാനിക്കുന്ന ലക്കിടി ഭാഗത്തുള്ള പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിരിക്കുന്നു. അവരെ പോലീസ് ബലം പ്രയോഗിച്ചതിന് അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ കാര്യമായി ഈ ചുരം കടന്ന് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഹർത്താലാണെന്ന് അറിയാം. അതുകൊണ്ട് വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഇങ്ങോട്ട് വരുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാര്യമായി സർവീസ് നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ജനം അങ്ങേയറ്റം പ്രകോപിതരായി നിൽക്കുന്ന സാഹചര്യം, അടിക്കടി വന്യജീവി ശല്യത്തിൽ ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം, ഒരു വശത്ത് കടുവയാണെങ്കിൽ മറ്റൊരു വശത്ത് പുലിയുടെ ശല്യം, ഇതിനുമപ്പുറമാണ് ആനകളുടെ ശല്യവുമായി ജനം പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ അങ്ങേയറ്റം പ്രകോപിതരായേക്കും എന്ന ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് ബസ് സർവീസുകൾ നടത്താതിരിക്കുന്നത്. കടകമ്പോളുകൾ നമുക്ക് ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കിയാൽ ഏതാണ്ട് അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. സാധാരണഗതിയിൽ രാവിലെയൊക്കെ ഈ വയനാട്ടിലെ ഹോട്ടലുകളും മറ്റുമൊക്കെ തുറക്കേണ്ടതാണ്. കാരണം ഈ പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം കടകളൊന്നും രാവിലെയും തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ജനജീവിതം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് നീങ്ങും എന്ന ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ കിട്ടുന്നത്. സാധാരണഗതിയിൽ വലിയ തോതിൽ ഈ വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയാണ്, ചുരം വഴിയുള്ള ലക്കിടി ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിൽ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്തുള്ള ഈ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവയൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ശ്രീജ. അനീഷ്, ഈ ഇന്നലെ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഒക്കെ കർഷകരുടെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ തുറന്നു, എല്ലാ ജനജീവിതമൊക്കെ സാധാരണ പോലെയായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എങ്ങനെയായിരിക്കും? ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പിന്തുണ, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിലും ആ തരത്തിലൊരു പിന്തുണയുണ്ടോ UDFന്റെ ഹർത്താലിന്? ആദ്യം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. അവരാരും ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ജീവൻ കൂടി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ UDFും LDFും തമ്മിൽ ഇക്കാര്യത്തിൽ ചില ഭിന്നതകളുണ്ട്. കാരണം